ഹരിശരണം. എല്ലാവർക്കും നമസ്കാരം. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. എന്തിനും നാഥനായി എന്നും സാഖിയായി എന്നെ തുണച്ചൊരു ചൈതന്യമേ, ഉണ്ണിയായി കണ്ണനായി എന്നുള്ളിലെന്നും വന്നു വിളങ്ങണേ നാരായണ. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിച്ചോരി നര പഞ്ചരമെത്രയോ ദുഃഖമയം, ദണ്ഡങ്ങളൊക്കെയും പുണ്യമായി എണ്ണുവാൻ കണ്ണാകടാക്ഷിക്ക നാരായണ. ഓരോ ക്ഷണവും നിൻ കാലൊച്ചയോർത്തു ഞാൻ നാമവും ചൊല്ലി ശയിച്ചിടുന്നു. ഉണ്ണിയായി കണ്ണനായി എന്നുള്ളിൽ എന്നെന്നും വന്നു വിളങ്ങണേ നാരായണ. ഹരിശരണം. കൃഷ്ണഗാഥ ആദ്യഭാഗം കൃഷ്ണോൽപത്തി തുടരുന്നു. യാദവ വീരരും അപ്പൂരി പാലിച്ചിട്ടാദരവോടുവസിക്കും കാലം, ദേവകനാകുന്ന യാദവൻ തന്നൂടെ ദേവകിയാകുന്ന കന്യകയെ. ഇങ്ങനെയുള്ള മനോഹരമായ ഈ മധുരാപുരിയിലെ ഒരു യാദവനാണ് ദേവകൻ. ആ ദേവകൻ തൻ്റെ മകളായ ദേവകിയെ ശ്രീ വസുദേവർക്കു നൽകിനാൻ അമ്പോടു ശ്രീപതി തന്നൂടെ അമ്മയാവാൻ. ലക്ഷ്മീപതിയായ ഭഗവാന്റെ അമ്മയായി തീരാനുള്ള ആ ഭാഗ്യം ദേവകിക്ക് കൊടുക്കാനായിട്ട് വസുദേവർക്ക് വിവാഹം ചെയ്ത് കൊടുത്തു. വേട്ടു നിന്നിടുന്ന ശ്രീ വസുദേവർ താൻ വാട്ടം അകന്നൊരു തേരിലേറി, ദേവകിയാകുന്ന ജായയും താനുമായി പോവതിനായി തുടങ്ങും നേരം. അങ്ങനെ വിവാഹം കഴിഞ്ഞ് ഒരു തേരിലേറി ദേവകിയോട് കൂടെ പോകാൻ തുടങ്ങുമ്പോൾ ഉൽപ്പന്നമോധനായി നിൽപ്പോരു ദേവകൻ നൽപോലി കാണവും നൽകിനാൻ താൻ. സോദരി തന്നോടെ ദോഷത്തെ ചെയ്യുവാനായി ആദരവോടു മുതിർന്നു കംസൻ. ദേവകൻ നല്ലൊരു പൊലിക്കാണം, എന്നാൽ അന്ന് സ്ത്രീധനമായി കൊടുക്കുന്നത് ആ കാലത്ത് അത് കൊടുത്തു. അതുപോലെ സോദരി, ഈ ദേവകന്റെ ജ്യേഷ്ഠന്റെ മകനാണ് കംസൻ. അങ്ങനെ തൻ്റെ സോദരിയായിട്ടുള്ള ദേവകിയുടെ സന്തോഷത്തെ ചെയ്യുവാനായിട്ട് ആദരവോട് മുതിർന്നു കംസൻ. ചാരത്തു ചെന്നങ്ങു വാരുട്ട തേർപ്പൂക്കു സാരഥ്യവേലയും ആചരിച്ചാൻ. അങ്ങനെ നേരെ പോയി തേരിന്റെ സാരഥ്യം ഏറ്റെടുത്തു. നാനാജനങ്ങളുമായി നടന്നങ്ങനെ നാനാ വിനോദവും മോദിയോതി. ആമോദിച്ചെല്ലാരും ആമന്ദം പോകുമ്പോൾ വ്യോമത്തിൽ നിന്നൊരു വാക്കുണ്ടായി. എല്ലാവരും വളരെ സന്തോഷത്തോട് കൂടെ ആ യാത്ര മുന്നോട്ട് പോകവേ പെട്ടെന്ന് വ്യോമത്തിൽ, അതായത് ആകാശത്തിൽ നിന്ന് ഒരു അശരീരി വന്നു. ദേവകി തന്നൂടെ അഷ്ടമഗർഭത്തിൽ മേവി നിന്നുണ്ടായ ബാലകൻ താൻ. നിന്നൂടെ
നമ്മുടെ കാലനായി പോന്നു വന്നിടുന്നേൻ എന്നതു ചിന്തിച്ചു കൊള്ളുക കംസ. അങ്ങനെ വളരെ സന്തോഷത്തോടെ തൻ്റെ സഹോദരിയുടെ സാരഥിയായി പോകുന്ന കംസനോടാണ് ആ അശരീരി വാക്കുണ്ടായത്. കംസ, നീ കാത്തിരിക്കുക, ഈ ദേവകിയുടെ 8ാമത്തെ പുത്രൻ നിന്റെ അന്തകനായി തീരും. മാധവ മാമവ ദേവാ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ. മാധവ മാമവ ദേവാ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ. ദേവകിയുടെ 8ാമത്തെ പുത്രൻ അന്തകനായി തീരും എന്ന് കേട്ടപ്പോൾ കംസന് ഒരു ഭാവമാറ്റം ഉണ്ടാകുന്നു. ഘോരനായുള്ളൊരു കംസൻ താൻ അന്നേരം വീരതയായതിതെന്നു നന്ദി. പാവക ഭാവത്തെ കേവലം പൂണ്ടുടൻ ദേവകി തൻ കോല ചെയ്വതിനായി. പെട്ടെന്ന് പാവകഭാവത്തെ, അഗ്നിയുടെ ഭാവത്തെ കൈക്കൊണ്ടു. കോപാവേശത്താൽ അങ്ങനെ ജ്വലിക്കുകയാണ് കംസൻ. എന്നിട്ട് പെട്ടെന്ന് തന്നെ ദേവകിയെ കൊല ചെയ്യുവാൻ തൽക്കജം തന്നെ പീഡിച്ചു വളർന്നോരു ഖഡ്ഗവും വാങ്ങിയങ്ങോങ്ങി നിന്നാൻ. കണ്ടു നിന്നിടുന്ന മാലോകരെല്ലാരും ഇണ്ടലും പൂണ്ടു ചമഞ്ഞാരപ്പോൾ. ഉടനെ ദേവകിയുടെ കജം മുടി പിടിച്ചു. എന്നിട്ട് ഖഡ്ഗം തൻ്റെ വാൾ വാങ്ങി ഓങ്ങി നിന്നാൻ. ഇത് കണ്ട് അവിടെയുള്ള മാലോകരെല്ലാരും ഇണ്ടൽ പൂണ്ടു, അതായത് ദുഃഖം പൂണ്ടു, ആകെ പരിഭ്രമം പൂണ്ടു. ചമഞ്ഞാർ അപ്പോൾ, പരിഭ്രമം പൂണ്ട് ചമഞ്ഞാർ അപ്പോൾ. കണ്ണടച്ചിടിനാർ കണ്ണുനീർ തൂകിനാർ തിണ്ണമങ്ങോടിനാർ ഖിന്നരായി. കൈത്തിരുമ്പിടിനാർ കൺചുവത്തിടിനാർ കയ്യലച്ചിടിനാർ മെയ്യിലെങ്ങും. ആളുകളുടെ ഭാവത്തെ കുറിച്ചാണ് പറയുന്നത്. പലരും തലയിൽ കൈവച്ചു, മാറത്ത് കൈവച്ചു. അയ്യോ, ഇത് എന്തൊരു ദ്രോഹമാണ് നടക്കാൻ പോകുന്നത് എന്നിങ്ങനെ പരസ്പരം പറഞ്ഞ് ഓടുകയാണ്. ഇത് കാണാൻ വയ്യ എന്ന് വിചാരിച്ച് ഓടുകയാണ്. ഇനി ദേവകിയുടെ ആ സമയത്തെ ഭാവത്തെ ഒന്ന് ഉപമിക്കുകയാണ്. കേസരി വീരൻ തൻ ആനനം തന്നിലായി കേവലം കേഴുന്നോരേണം പോലെ മേവി നിന്നിടുന്ന ദേവകി ദേവി താൻ ദൈവമേ എന്നങ്ങ് ചൊല്ലി ചൊല്ലി. ഈ കംസനെ ഉപമിക്കുന്നത് കേസരി, സിംഹം. സിംഹത്തിൻ്റെ മുഖത്തേക്ക് ആനനം തന്നിലായിട്ട് കേവലം കേഴുന്ന ഏണം. ഒരു മാൻകുട്ടി സിംഹത്തിൻ്റെ വായിൽ അകപ്പെട്ടാൽ എന്നതുപോലെ മേവി നിന്നിടുന്ന അങ്ങനെയുള്ള ദേവകി ദേവി ദൈവമേ എന്നങ്ങ് ചൊല്ലിപ്പോയി. ഇനി എന്താണ് സംഭവിക്കുക? അത്രയും കോപാവേശത്താൽ ജ്വലിച്ച് നിൽക്കുന്ന തൻ്റെ ജ്യേഷ്ഠനെയാണ് കാണുന്നത്. ഘോരനായുള്ളൊരു കംസനെ നോക്കിയിട്ട് പാരം വിറച്ചു നടുങ്ങും അപ്പോൾ. ചൂഴും നിന്നിടുന്ന ലോകരെ നോക്കിയിട്ട് കോഴപ്പുണ്ടേറ്റവും കേഴും പിന്നെ. പാരം വിറച്ച് ഘോരനായ കംസനെ ആ സമയം ആയപ്പോഴേക്കും ഒരു ഘോരരൂപത്തിലായി കംസൻ. അങ്ങനെ ആ കംസനെ നോക്കുന്നു. പിന്നീട് തന്നെ രക്ഷിക്കാമോ എന്ന രീതിയിൽ ചൂഴും നിന്നിടുന്ന
തൻ്റെ ചുറ്റും നിന്ന ആളുകളെ നോക്കിയിട്ട് കോഴ പൂണ്ട് ദുഃഖം പൂണ്ട് ഏറ്റവും കേഴുന്നു. എന്താ ചെയ്യേണ്ടത്? ആരാ എന്നെ ഒന്ന് രക്ഷിക്കുക? ചങ്ങാതിമാരുടെ നന്മുഖം നോക്കി നിൻ ഇങ്ങനെ എൻ കർമ്മമെന്നും പിന്നെ അച്ഛനെ തന്നെയും മെച്ചമേ നോക്കി നിൻ ഉച്ചത്തിൽ നീളെ വിളിച്ചു കീഴും. തോഴിമാർ ഉണ്ട് കൂടെ. അവരുടെ മുഖം നോക്കി എൻ്റെ കർമ്മം ഇങ്ങനെയായി പോയല്ലോ എന്ന് ഇങ്ങനെ നെടുവീർപ്പ് ഇടുകയാണ്. അവിടെ അടുത്തുള്ള അച്ഛനെ നോക്കുന്നു. എല്ലാവരും ഇങ്ങനെ ഉച്ചത്തിൽ വിളിച്ച് കേഴുകയാണ്. അവരെയൊക്കെ വിളിച്ച് അറിയിപ്പിക്കുകയാണ്. നിർമായ പ്രേമം പുണ്ടം അമ്മാമൻ തന്നെയും അമ്മയെ തന്നെയും ഔവണ്ണമേ ആങ്ങളെ തന്നെ വിളിച്ചു നിന്നിടുവാൻ ഓങ്ങി നിന്നങ്ങു നടുങ്ങും പിന്നെ. അവിടെയുള്ള തൻ്റെ ബന്ധുക്കളെയൊക്കെ നോക്കി നിസ്സഹായതോടെ ആർക്കെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ഹരിശരണം.